നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ലൈഫ് ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് 1, 2 പേര് എന്നോട് ചോദിച്ചു, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ ചതിച്ചിട്ട് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ചതിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സ്വയം വേദനിച്ചിട്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ എന്തെല്ലാം ചെയ്താലും എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും നമ്മളെ ചതിക്കണമെന്ന് വിചാരിച്ചവർ അത് ചെയ്യുക തന്നെ ചെയ്യും. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ എന്തിനാ വിട്ടിട്ട് പോയെ? എന്തിനാ ഇതെല്ലാം ചെയ്തേ? എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലോഷറാണ്. ചിലർ വന്നിട്ട് എന്താണ് വിഷയം എന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പിന് ഒരു എൻഡ് തന്നിട്ട് പോകും. മറ്റു ചിലര് എന്താണ് കാരണം കൂടി പറയാതെ പൊയ്ക്കളയും. ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടും ഒരു ക്ലോഷർ തന്നെയാണ്. ആദ്യത്തെ കാര്യത്തിന് നിങ്ങളോട് കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരു ക്ലോഷർ തന്നിട്ട് പോകും. രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങളുടെ ഫീലിങ്സിന് ഒരു വിലയും കൊടുക്കാതെ, നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ അപമാനിച്ചിട്ട് പോകും. അപ്പോൾ അതും ഒരു ക്ലോഷർ തന്നെയാണ്. കാരണം ഡിസ്റെസ്പെക്ട് ഈസ് ഓൾവേസ് എൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. അവർ നേരിട്ട് നിങ്ങൾക്കൊരു ക്ലോഷർ തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോണ കാര്യമില്ല. അതുകൊണ്ട് അവരൊരു കൺക്ലൂഷൻ തന്നില്ലെങ്കിലും ഇത് ക്ലോഷർ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചെയ്യുക തന്നെ ചെയ്യണം. കാരണം എൻഡ് ഓഫ് ദ ഡേ റിയാലിറ്റി എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് എൻഡായി എന്ന് തന്നെയാണ്. നിങ്ങൾ ആൻസർ തേടി തേടി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്നും ഒരിക്കലും ഹീൽ ആവാൻ പറ്റില്ല. മറിച്ച് അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ their closure. Forget everything and find your life again. Be happy always. See you on next video. Bye bye.